ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്രിസ്മസ് കാലത്ത് നല്ലൊരു ബനാന കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് പഞ്ചസാര നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടായി മെൽറ്റായി വരുമ്പോൾ നമുക്ക് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ പതുക്കെ കളറ് മാറി തുടങ്ങി. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കരിഞ്ഞു പോകാനിടയാവരുത്. ആ സമയത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കും. ഇത് 250 ml കപ്പിൽ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 നുള്ള് ഉപ്പുമിട്ട് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതൊരു അര കപ്പ് പഞ്ചസാരയാണ്. അതിലേക്ക് 1 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ജാതിക്കുരുവിൻ്റെ ഒരു വളരെ ചെറിയൊരു കഷ്ണം, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2 മുട്ടയാണ്, അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. അപ്പോൾ മുട്ടയെല്ലാം നന്നായി അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് വെച്ചിരുന്നത് കുറേശ്ശെയായി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ കാരമൽ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇത് അര കപ്പ് ഓയിലാണ്. ഓയിൽ കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യും. ഇത് വലിയൊരു റോബസ്റ്റ പഴമാണ്. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ പഴമാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിൻ്റെ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുകൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മൈദയുടെ മിക്സ് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ പൊടി മാറ്റി ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഞാനത് വിട്ടുപോയിരുന്നു. ഇനി നമുക്ക് ഒരു സ്പാച്ചുല വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 1/4 കപ്പ് കാഷ്നട്ട് ക്രഷ് ചെയ്തതും പിന്നെ ഒരു 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയുമാണ്. ഇത് കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് ട്രേ ഞാനിവിടെ ഓയിൽ ഉപയോഗിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 1 മണിക്കൂറോളം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഇനി ബേക്കിംഗ് ട്രേ ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിൽ വെച്ച് കൊടുക്കാം. കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. വെന്തോ എന്നറിയാനായിട്ട് ഇതുപോലുള്ള ഒരു സ്ക്യൂവർ വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും. ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ സ്റ്റാറുകളും ഒരു ചെറിയ ക്രിസ്മസ് ട്രീയുടെ ചെറിയ ഐറ്റംസും എല്ലാം വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണിത്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്